കേരള PSCയിൽ ഒരു ചോദ്യം വരികയാണ്. ഏറ്റവും വേഗത്തിൽ നിറമാറാൻ കഴിയുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ 1 ഓന്ത്, ഓപ്ഷൻ 2 വെള്ളാപ്പള്ളി. PSC പരീക്ഷ എഴുതുന്ന ഏതൊരാൾക്കും കണ്ണടച്ച് ഉത്തരം എഴുതാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശൻ. അത് ഓന്തല്ല, ഓന്തെന്ന ഉത്തരം മാറിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഓന്താരാണെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശൻ തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് അല്ലെങ്കിൽ തന്റെ ജീവിതം ആരംഭിച്ചത് കരാർ ജോലികൾ ഏറ്റെടുത്തുകൊണ്ടാണ്. സദേൺ റെയിൽവേയുടെ കരാർ പണി വളരെ കൃത്യമായി നടപ്പിലാക്കാൻ വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം ഇന്ന് മറ്റൊരു കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന കരാർ കൃത്യമായി നടപ്പാക്കുന്ന ജോലിയാണ് പിണറായി വിജയനുള്ളത്. മകൻ തുഷാർ വെള്ളാപ്പള്ളി BJP നേതാക്കന്മാരുടെ കാലി തിരുമുമ്പോൾ അച്ഛൻ വെള്ളാപ്പള്ളി നടേശൻ CPM നേതാക്കന്മാരുടെ കാലി തിരുമുകയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം കേരളത്തിൽ BJPയും CPMഉം ഒരേ നുഖത്തിൽ കെട്ടിയ കാളകളാണ്. വെള്ളാപ്പള്ളി നടേശൻ യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെ നാഴികക്ക് 40 വട്ടം തെറി വിളിക്കുന്നു. ഇതെല്ലാം വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം ചെയ്യുന്നതല്ല, അദ്ദേഹം CPMന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. ഇത്തരം വെള്ളാപ്പള്ളി നടേശന്മാർ നിരവധി തവണ കോൺഗ്രസ് നേതാക്കന്മാരെ ചീത്ത വിളിച്ചാലും 1000 വെള്ളാപ്പള്ളി നടേശന്മാർ ഒന്നിച്ച് ജനിച്ച് ജീവിച്ചാലും 1000 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടാലും വെള്ളാപ്പള്ളി നടേശന്റെ കപട സദാചാരത്തെ, വെള്ളാപ്പള്ളി നടേശന്റെ കപട രാഷ്ട്രീയത്തെ കോൺഗ്രസ് തുറന്നു കാണിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിറം മാറുന്ന ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ നാഴികക്ക് 40 വട്ടം പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശ, ഉളുപ്പെന്ന സാധനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. കാരണം അത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന, ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേരെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്റെ കേരളം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ കേരളം അയ്യങ്കാളിയുടെയും ചട്ടമ്പിസ്വാമിയുടെയും ആലി മുസ്ലാരുടെയും ജന്മം കൊണ്ടും പുണ്യപാത സ്പർശം കൊണ്ടും പുളകിതമായ മണ്ണ്. ആ മണ്ണിൽ ഒരുപാട് നവോത്ഥാന നായകന്മാരെ സംഭാവന ചെയ്ത മണ്ണ്. ആ മണ്ണിൽ ഇരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ 40 നേരം വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളാപ്പള്ളി നടേശന്റെ വിഷം തുപ്പലിന് അറുതി വരുത്തണമെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവാണ്. മിസ്റ്റർ പിണറായി, താങ്കൾക്ക് നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയെ ജയിലിൽ അടയ്ക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. താങ്കൾ അത് ചെയ്യില്ലെന്ന് വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കാരണം ഒരു ഭാഗത്ത് താങ്കൾക്ക് BJPയെ പ്രീതിപ്പെടുത്തണം, മറുഭാഗത്ത് താങ്കൾക്ക് ഹൈന്ദവ വർഗീയതയെ ചേർത്ത് പിടിക്കണം. ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യണമെങ്കിൽ വെള്ളാപ്പള്ളിയെ തന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരുത്തിയാൽ മാത്രമേ അത് യാഥാർത്ഥ്യമാകൂ. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഇത്തരത്തിലുള്ള വെള്ളാപ്പള്ളിയെ കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ തന്റെ കാറിലിരുത്തി പിണറായി വിജയൻ കടന്നു വന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു പ്രതിയാണ് മിസ്റ്റർ പിണറായി, ഈ വെള്ളാപ്പള്ളി നടേശൻ. അത്തരത്തിലുള്ള ഒരു പ്രതിയെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്റെ സ്വന്തം കാറിൽ സ്വന്തം ചെലവിൽ കൊണ്ടുവന്ന് യാത്ര ചെയ്യണമെങ്കിൽ അത് എത്രത്തോളം പിണറായി വിജയന് വെള്ളാപ്പള്ളി നടേശനോടുള്ള വിധേയത്വം കൊണ്ടായിരിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ തെറി പറയുന്നു, ഒരു ഭാഗത്ത് കോൺഗ്രസുകാരെ തെറി പറയുന്നു, മറുഭാഗത്ത് CPMനെ ചേർത്ത് നിർത്തുന്നു. എന്താണ് വെള്ളാപ്പള്ളി നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങളെപ്പോലെ നിറം മാറുന്ന, തരാതരം പോലെ ഭരിക്കുന്നവരുടെ കാല് തിരുമുന്ന ഇത്തരം ആളുകൾ SNDP പോലെയുള്ള മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുമ്പോൾ അത് ശ്രീനാരായണ ഗുരുവിനോട് ചെയ്യുന്ന, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആഭാസത്തരമാണ്. താങ്കൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ, താങ്കൾക്ക് ലവലേശം ലജ്ജയുണ്ടെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണം. എന്നിട്ട് നിങ്ങൾ പിണറായി വിജയന്റെ കാലി തിരുമിക്കോ, എന്നിട്ട് നിങ്ങൾ വർഗീയ വിഷം തുപ്പിക്കോളൂ. ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. നവോത്ഥാന കേരളത്തിന്റെ എല്ലാ യശസ്സും കളങ്കപ്പെടുത്തുന്ന വെള്ളാപ്പള്ളി നടേശന്മാരെ പോലെയുള്ള ഏഴാം കൂലികളെ കേരളം തിരിച്ചറിയൂ കഴിയൂ. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള കരിങ്കാലികളെ, നിറം മാറുന്ന, തരാതരം പോലെ നിറം മാറുന്ന ഓന്തുകളെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മറുപടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിനയക്കുമെന്നാണ്. അതിനുള്ള ത്രാണിയൊന്നും താങ്കൾക്കില്ല. താങ്കൾക്ക് ത്രാണിയുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊന്ന് കാണിക്കും. അല്ലാതെ പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ ഇടം ലഭിക്കാൻ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും നാഴികക്ക് 40 വട്ടം തെറി പറഞ്ഞാൽ
മറുപടി പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മാന്യമായി വിമർശിക്കൂ. വിമർശനം രാഷ്ട്രീയത്തിൽ നല്ലതാണ്. പക്ഷെ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ച CPM-നെയും BJP-യെയും പ്രീതിപ്പെടുത്താനാണ് താങ്കൾ ശ്രമിക്കുന്നെങ്കിൽ അത് താങ്കളെ കേരള രാഷ്ട്രീയത്തിലെ ഒറ്റുകാരൻ, കേരള രാഷ്ട്രീയത്തിലെ തിരുമ്പുകാരൻ എന്ന് മുദ്ര കുത്തപ്പെടും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട.